ഹേ അർജുന, കർമ്മത്യാഗം 3 വിധം: യജ്ഞം, ദാനം, തപസ് എന്നിവ ത്യജിക്കാനാവാത്ത കർമ്മങ്ങളാണ്. ലക്ഷ്യത്തിലെത്താൻ നിശ്ചയിച്ചവരുടെ ചിത്തത്തെ അവ പാവനമാക്കുന്നു. എന്നാൽ അവ ചെയ്യുമ്പോൾ ഫലങ്ങൾ എനിക്ക് കിട്ടണമെന്ന് ചിന്തിക്കരുത്. ലൗകികവും വൈദികവുമായി ഒരാൾ ചെയ്യാൻ ബാധ്യസ്ഥമായ കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നത് തെറ്റാണ്. അവയെ താമസമായ ത്യാഗമെന്ന് പറയുന്നു. കർമ്മം ദുഃഖമാണെന്ന് കരുതി ശരീരക്ലേശം ഭയന്ന് അവയെ ത്യജിക്കുന്നവർക്കും കർമ്മഫലത്യാഗത്താലുള്ള ആത്മശാന്തി ലഭ്യമല്ല. ഈ കർമ്മം എൻ്റെ സ്വധർമ്മമായതിനാൽ ഞാനിതനുഷ്ഠിക്കാൻ ബാധ്യസ്ഥനാണെന്ന ബോധത്തോടെ ചെയ്യുന്നവ സാത്വിക കർമ്മങ്ങളാണ്. അയാൾ സംശയമില്ലാത്തവനും ബുദ്ധി തെളിഞ്ഞവനും ആകുന്നു. കർമ്മഫലങ്ങളെ ത്യജിക്കുന്നവനാണ് ത്യാഗി. പുണ്യകർമ്മങ്ങൾക്ക് ഇഷ്ടഫലവും പാപകർമ്മങ്ങൾക്ക് അനിഷ്ടഫലവും പുണ്യപാപ മിശ്രകർമ്മങ്ങൾക്ക് സുഖദുഃഖ സമ്മിശ്ര ഫലവും ഭവിക്കുന്നു. എന്നാൽ കർമ്മഫലം ആഗ്രഹിക്കാത്തവർക്ക് ഇതൊന്നും സംഭവിക്കുന്നില്ല. സർവകർമ്മങ്ങളുടെയും ഫലസിദ്ധിക്ക് വേണ്ടതായ 5 ഘടകങ്ങൾ ഉണ്ട്. അധിഷ്ഠാനം അഥവാ കർമ്മം സ്ഥിതി ചെയ്യേണ്ട കർമ്മബാഹ്യമായ ഈശ്വരകാരുണ്യം, കർത്തൃത്വം, കർമ്മോപകരണങ്ങൾ, ഫലസിദ്ധിക്കായുള്ള വിവിധ പ്രവൃത്തികൾ, കർമ്മഫലമായ വിധി എന്നിവയാണവ. ശരീരം, വാക്ക്, മനസ്സ് എന്നിവ കൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന ന്യായാന്യായ കർമ്മങ്ങളുടെ എല്ലാം ഫലസിദ്ധിക്ക് ഇവ ആവശ്യമാണ്. അധിഷ്ഠാനമായ ഈശ്വരശക്തിയെ അറിയാത്ത ദുർബുദ്ധി കർത്താവായ ജീവാത്മാവിനെ മാത്രം കണ്ട് മായയിൽ ഉഴലുന്നു. സംഘബദ്ധനാകാത്തവൻ ആരെയും കൊന്നാൽ പോലും പുണ്യപാപചിന്തയിൽ കെട്ടപ്പെടുന്നില്ല. ജ്ഞാനം, ജ്ഞാനത്തിനു പാത്രീഭവിക്കുന്ന കാര്യം, ജ്ഞാനി എന്നിങ്ങനെ കർമ്മചോദനകളും 3 വിധമുണ്ട്. ത്രിഗുണഭേദമനുസരിച്ച് അവ മാറുന്നുമുണ്ട്. എല്ലാ ഭൂതങ്ങളിലും ഏകഭാവം നിറഞ്ഞു നിൽക്കുന്നുവെന്ന ദർശനം സാത്വികവും, പ്രപഞ്ച വസ്തുക്കളെയോ ഓരോന്നിനെയും വേർതിരിച്ചുള്ള അറിവ് രജോ ഗുണവും, നിസ്സാരമായ ഒരു കാര്യത്തിന് പരമപ്രാധാന്യം നൽകി വലിയ ലക്ഷ്യങ്ങളില്ലാതെ സങ്കുചിത ജീവിതത്തിലേക്ക് നയിക്കുന്ന അറിവ് തമോ ഗുണപ്രധാനവുമാണ്. സംഘരഹിതമായും കർത്തൃഭാവം വെടിഞ്ഞും ചെയ്യുന്ന കർമ്മങ്ങൾ സാത്വികവും, പ്രയാസങ്ങൾ സഹിച്ച് ആഗ്രഹപൂർവം ചെയ്യുന്നവ രജോ ഗുണപ്രധാനവും, തുടർന്നെന്തുണ്ടാകുമെന്ന് ചിന്തിക്കാതെ നാശത്തെക്കുറിച്ചോ തൻ്റെ പൗരുഷത്തെക്കുറിച്ചോ അറിയാതെ ലക്ഷ്യബോധമില്ലാതെ ചെയ്യുന്നവ തമോ ഗുണപ്രധാനവുമാണ്. മുക്തസംഗനായി സ്ഥിരോത്സാഹത്തോടെയും ധീരതയോടെയും ജയപരാജയങ്ങളിൽ നിർവികാരമായും ചെയ്യുന്ന കർമ്മങ്ങൾ സാത്വിക ഗുണവും, തൻ്റെ ഇഷ്ടപ്രകാരം സംഭവിക്കണമെന്ന ആസക്തിയോടെ കർമ്മഫലത്തിൽ സദാ നിലനിൽക്കുന്ന മനസ്സോടെ അതൃപ്തിയോടെയും ഹിംസാത്മകമായും മനഃശുദ്ധിയില്ലാതെയും ഹർഷശോകവിധേയമായും ചെയ്യുന്ന കർമ്മങ്ങൾ രജോ ഗുണവും, ഏകാഗ്രതയില്ലാതെ പ്രാകൃത വികാരങ്ങൾക്കടിമയായി ഗർവം നടിച്ചും വാശി പിടിച്ചും അലസതയോടെയും വിഷാദത്തോടെയും പ്രവൃത്തികൾ ദീർഘിപ്പിക്കുകയും ചെയ്യുന്നവരുടെ കർമ്മങ്ങൾ തമോ ഗുണത്തിലുമാകുന്നു. അർജുന, സത്വഗുണം നിറഞ്ഞ വ്യക്തിയുടെ കർമ്മവാസന വ്യക്തിയെ വളർത്തുകയും തളർത്തുകയും ചെയ്യുന്ന വാസനകളെയും ചെയ്യേണ്ടതും ചെയ്യേണ്ടതല്ലാത്തതുമായ കാര്യങ്ങളെയും ബന്ധമോക്ഷ കാരണങ്ങളെയും തിരിച്ചറിയുന്നു. പാർത്ഥ, ധർമാധർമ്മങ്ങളെയും കാര്യ അകാര്യങ്ങളെയും സംശയപൂർവം വീക്ഷിക്കുന്ന ബുദ്ധി രാജസമാണ്.
അധർമ്മത്തെ ധർമ്മമായി കണ്ട് അജ്ഞാനത്താൽ പൂർണ്ണമായും മറയ്ക്കപ്പെട്ട് സർവകാര്യങ്ങളും വിപരീതമായി ചെയ്യുന്ന ബുദ്ധി താമസമാണ്. ധാരണാശക്തിയാലും യോഗശക്തിയാലും മനസ്സിൻ്റെയും പ്രാണൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും പ്രവൃത്തികളെ അസംഗമായി നിർത്തുവാൻ കഴിയുന്ന ശക്തി സാത്വികമാണ്. ധാരണാശക്തിയാൽ ധർമാർത്ഥകാമങ്ങളെ നിലനിർത്തുകയും സംഘബദ്ധനായതിനാൽ ഫലകാംക്ഷയോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ബുദ്ധി രാജസമാണ്. ധാരണാശക്തിയാൽ സ്വപ്നം, ഭയം, ശോകം, വിഷാദം എന്നിവ വേർപിരിയാത്ത ദുർബുദ്ധി താമസമാണ്. തുടക്കത്തിൽ വിഷം പോലെയും ക്രമേണ അമൃത് പോലെയും അനുഭവപ്പെടുന്ന ബുദ്ധിക്ക് പ്രസാദം ജനിപ്പിക്കുന്ന സുഖം സത്വഗുണപ്രധാനവും ആരംഭത്തിൽ അമൃതതുല്യമായിരിക്കുകയും ക്രമേണ വിഷമായി മാറുന്നതുമായ സുഖം രജോഗുണപ്രധാനവും തുടക്കത്തിലും തുടർന്നും വിവേകത്തെ നശിപ്പിച്ച് മോഹമുണർത്തി നിദ്ര, ആലസ്യം, ഉന്മാദം എന്നിവയാൽ ഉണ്ടാകുന്ന സുഖം താമസവുമാകുന്നു. ശമം, ദമം, തപസ്, ശുദ്ധി, ക്ഷമ, ആർജവം, ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം എന്നിവ സ്വാഭാവിക ഗുണങ്ങളാകുന്നവരെ ബ്രാഹ്മണരെന്നും ശൗര്യം, തേജസ്, ധൈര്യം, കഴിവ്, യുദ്ധത്തിൽ പലായനം ചെയ്യായ്ക, ദാനശീലം, ഈശ്വരചിന്ത എന്നിവ ചെയ്യുന്നവരെ ക്ഷത്രിയരെന്നും കൃഷി, പശു തുടങ്ങിയ മൃഗങ്ങളുടെ വാണിജ്യം, വ്യവസായം എന്നിവ ചെയ്യുന്നവരെ വൈശ്യരെന്നും പരശുശ്രൂഷാർത്ഥം കർമ്മം ചെയ്യുന്നവനെ ശൂദ്രനെന്നും പറയുന്നു. സ്വകർമാനുഭവങ്ങളിലൂടെ തന്നെ പരമസത്യമറിയാൻ സാധിക്കും. സ്വധർമ്മം ദോഷമായാൽ പോലും അന്യധർമ്മം അനുഷ്ഠിക്കുന്നതിനേക്കാൾ ശ്രേയസ്കരമാണ്. ഹേ അർജുന, എല്ലാ കർമ്മങ്ങളും അഗ്നി പുക കൊണ്ടെന്ന പോലെ മൂടപ്പെട്ടിരിക്കുന്നുവെന്നതിനാൽ സഹജകർമ്മം ദോഷമെന്ന് കരുതി ത്യജിച്ചുകൂടാ. ജ്ഞാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലമായ നൈഷ്കർമ്മ്യസിദ്ധി എങ്ങനെ നേടുമെന്ന് ഇനി കേട്ടുകൊള്ളുക. സങ്കല്പങ്ങൾ അവസാനിപ്പിച്ച് ഏകാഗ്രതയാൽ ശബ്ദം തുടങ്ങിയ ഇന്ദ്രിയ വിഷയങ്ങളെയും രാഗദ്വേഷ്യങ്ങളെയും അകറ്റി ഏകാന്തവാസിയായി ലഘുഭക്ഷണം കഴിച്ച് വാക്ക്, ശരീരം, മനസ്സ് എന്നിവയെ പൂർണ്ണമായും വശത്താക്കി സദാ ധ്യാനത്തിൽ മുഴുകി വിരക്തനായി അഹങ്കാരം, ബലം, അഭിമാനം, കാമം, ക്രോധം, പരിഗ്രഹം എന്നിവയെല്ലാം വെടിഞ്ഞ് നിർമ്മലഭാവത്തോടെ ശാന്തനായി വർത്തിക്കുന്നയാൾ പൂർണ്ണ ബ്രഹ്മാനുഭവത്തിനർഹരാണ്. ബ്രഹ്മത്തെ അറിഞ്ഞ് അതായിത്തീരുന്നവൻ എപ്പോഴും പ്രസന്ന മനസ്കനായി ഒന്നിലും ദുഃഖിക്കാതെ ഒന്നും ആഗ്രഹിക്കാതെ സർവപ്രപഞ്ച ദൃശ്യങ്ങളിലും സമദർശനത്തോടെ എൻ്റെ ഭക്തിയെ പ്രാപിക്കാനിടയാകുന്നു. ഭക്തിയാൽ എന്നെ മനസ്സിലാക്കുന്നവൻ ഞാൻ ആരാണെന്നും എൻ്റെ ബഹുവിധമായ പ്രവർത്തനങ്ങൾ എന്തെന്നും അനുഭവത്താൽ അറിയുന്നു. എന്നെ അറിഞ്ഞ് അവൻ എന്നിൽ ലയിച്ച് ഞാനായി മാറുന്നു. സഹജകർമ്മങ്ങൾ എന്തായാലും അവ എപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നാലും എന്നെ ആശ്രയിക്കുന്നവൻ എൻ്റെ കാരുണ്യത്താൽ ക്രമേണ എന്നെ പ്രാപിക്കും. നീ എന്നെക്കുറിച്ച് തന്നെ ചിന്തിക്കുക, ധ്യാനിക്കുക. ഞാൻ പ്രസാദിക്കുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ വിഷമഘട്ടങ്ങളെയും അനായാസേന നിനക്ക് വിജയിക്കാനാകും. ഇനിയും ഇതൊന്നും കേൾക്കാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിലും പല വിധത്തിലുള്ള ആപത്തുകൾ സംഭവിക്കും. യുദ്ധം ചെയ്യില്ല എന്ന് നീ തീരുമാനിച്ചാൽ പോലും നിന്റെ സഹജമായ ക്ഷാത്രവാസനകൾ നിന്നെ അതിലേക്ക് നയിക്കും. കാരണം സഹജവാസനകളിൽ ബദ്ധനായവൻ സ്വന്തം ഭാവം തിരിച്ചറിയാതെ തിരസ്കരിക്കുന്ന കർമ്മങ്ങൾ
അവശതയോടെ പിന്നെ ചെയ്യേണ്ടി വരും. ഹേ അർജുന, ഈശ്വരൻ സർവ്വതിൻ്റെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്ത് യന്ത്രത്തിൽ ഘടിപ്പിച്ച വസ്തുക്കളെ എന്ന പോലെ സർവകർമ്മങ്ങളെയും മായാശക്തിയാൽ നിയന്ത്രിക്കുന്നു. സർവഭാവങ്ങളിലും ഈശ്വരനെ ദർശിച്ച് അഭയം പ്രാപിക്കുക. അങ്ങനെ ഈശ്വരൻ ഉള്ളിൽ പ്രസാദിക്കുന്നതിലൂടെ പരമശാന്തിയുടെ ശാശ്വത തലം നിനക്ക് സ്വന്തമാകും. അതീവ രഹസ്യമായ ജ്ഞാനവും അതിലെത്തിച്ചേരാനുള്ള മാർഗവും എന്നാൽ ഉപദേശിക്കപ്പെട്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞവയെല്ലാം സ്വന്തം മനസ്സാൽ പൂർണ്ണമായും ചിന്തിച്ച് നിനക്കിഷ്ടമുള്ളതുപോലെ ചെയ്യുക. നിന്റെ മനസ്സ് എന്നിൽ തന്നെ ഉറപ്പിക്കൂ. എല്ലാ കർമ്മങ്ങളും എനിക്കായി അർപ്പിക്കൂ. എൻ്റെ ഭക്തനായി എവിടെയും എന്നെ തന്നെ കണ്ട് നമസ്കരിക്കൂ. എന്നാൽ നീ എന്നെ തന്നെ പ്രാപിക്കുമെന്ന് എനിക്കേറ്റവും പ്രിയപ്പെട്ട നിന്നോട് ഞാൻ സത്യം ചെയ്യുന്നു. മറ്റെല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് ഏകമായ എന്നെ നീ ശരണം പ്രാപിക്കുക. എല്ലാ പാപബന്ധനങ്ങളിൽ നിന്നും നിന്നെ ഞാൻ മോചിപ്പിച്ചു കൊള്ളാം. നീ ദുഃഖിക്കരുത്. മനസ്സിന് ഏകാഗ്രതയില്ലാത്തവനും ഈശ്വരഭക്തിയില്ലാത്തവനും കേൾക്കാൻ താൽപ്പര്യമില്ലാത്തവനും അഹങ്കാരത്താൽ എന്നെ വെറുക്കുന്നവനും ഈ തത്വം ഉപദേശിക്കരുത്. ഈ പരമരഹസ്യം എന്നോടുള്ള ഭക്തിയോടും പ്രേമത്തോടും എൻ്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നവർ അസംശയചിത്തരായി എന്നെ തന്നെ പ്രാപിക്കും. മനുഷ്യരിൽ ഈ തത്വം ഭക്തന്മാരെ ഉപദേശിക്കുന്നവരെക്കാൾ എനിക്ക് പ്രിയമുള്ള ആരും തന്നെയില്ല. ഈ സംവാദം പഠിച്ച് മനനം ചെയ്യുന്ന ഏതൊരാളും എനിക്ക് പ്രിയപ്പെട്ടവനായിത്തീരും. അവൻ മംഗളലോകങ്ങൾ പ്രാപിക്കും.